പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുക ബിരുദാനന്തര ബിരുദ തലത്തിലെ ധാർമ്മിക ദൈവശാസ്ത്ര വിഷയമാണ്. ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ആരംഭ പാഠങ്ങളെല്ലാം നമ്മൾ ഡിപ്ലോമ തലത്തിൽ, ബിരുദ തലത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുക. നമുക്കറിയാം, എല്ലാ രംഗത്തും നിയമങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ നിയമങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. റോഡിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ ക്യാമറ വെച്ച് ട്രാഫിക് നിയമം നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അധികാരികൾ നിഷ്കർഷയോടെ പരിശോധിക്കുന്നു. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളുടെ സ്പീഡ് നിയന്ത്രിക്കാൻ, അതുപോലെ നമ്മുടെ മുമ്പോട്ടുള്ള പോക്ക് തടയാൻ ചുവന്ന ലൈറ്റുകൾ കാണിക്കുന്നു. പ്രത്യക്ഷത്തിൽ തിരക്കിട്ടൊരു വഴിക്ക് പോകുമ്പോൾ നമുക്കറിയാം അതൊക്കെ അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, നമ്മൾ യാത്രക്കാരനിൽ അത് ഈർഷ്യ ഉളവാക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് ശരിയാണ്. പക്ഷെ നാം എല്ലാം അത് അനുസരിക്കുന്നതിൻ്റെ കാരണം ആ നിയമം അനുസരിക്കുന്നത് റോഡിന് വേണ്ടിയോ അധികാരികൾക്ക് വേണ്ടിയോ അല്ല, അത് നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന ഒരു അവബോധം നമ്മുടെ മനസ്സിൽ എവിടെയോ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. ശിക്ഷയെ ഭയന്ന് നിയമം അനുസരിക്കുന്നവരുണ്ടാകാം, പക്ഷേ നിയമം ആത്യന്തികമായി സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് തത്വത്തിലെങ്കിലും നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ധാർമ്മിക നിയമം എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് വിഷയം. ധാർമ്മിക നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ വിരോധാഭാസം നമുക്ക് അനുഭവപ്പെടും. പ്രത്യക്ഷത്തിൽ ഈ നിയമങ്ങൾ നമുക്ക് അസ്വസ്ഥതകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റവുമായി വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത് ഈ ധാർമ്മിക നിയമമാണ് എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി വസ്തുതാപരമായ സത്യം എന്ന് തിരിച്ചറിയും. ഏതാണെങ്കിലും ഈ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമം എഴുതി വച്ചിട്ടൊന്നും. ധാർമ്മിക നിയമങ്ങളുടെ ചില വശങ്ങളൊക്കെ 10 കൽപ്പനകളായിട്ടോ വിവിധ മതങ്ങളുടെ നിയമങ്ങളായിട്ടോ ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ധാർമ്മികത കേവലം നൈയാമികതയ്ക്ക് അപ്പുറത്തുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മിക നിയമം എന്ന് പറയുമ്പോൾ, അല്ലെ അവയെക്കുറിച്ചുള്ളൊരു വിചിന്തനം എന്ന് പറയുമ്പോഴേക്കും നാം പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത് ധാർമ്മികതയെ ഒന്നാകെ കേവലം ചില നിയമങ്ങളിലേക്ക് ഒതുക്കിയെടുക്കാനുള്ള ശ്രമമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏതാണെങ്കിൽ ഈ ധാർമ്മിക നിയമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ആന്തരികതയിൽ അന്തർലീനമായ സത്യം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം എഴുതി വെച്ചൊരു നിയമമാകാം ഈ ധാർമ്മിക നിയമം എന്ന് പറയും. അതായത് ആ നിയമത്തെ ലംഘിക്കുമ്പോൾ നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാകുന്ന ഒരു അനുഭവം, നീ അരുതാത്തതെന്തോ ചെയ്തു, അല്ലെങ്കിൽ തെറ്റായൊരു വഴിയിലൂടെയാണ് നീ നടക്കുന്നത് എന്ന് നമ്മുടെ ആന്തരികതയിലിരുന്ന് ആരോ നമ്മോട് സംസാരിക്കുന്ന ഒരനുഭവം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും അസ്തിത്വപരമായ ഒരു അന്തസംഘർഷം മനുഷ്യനിൽ ഉളവാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ആന്തരിക അവസ്ഥ മനുഷ്യനിലുണ്ട് എന്നത് സത്യമാണ്. താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആ വ്യക്തിയുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു കൊടുക്കും. അത് മനസാക്ഷി എന്നോ ദൈവ നിയമമെന്നോ ദൈവാത്മാവിൻ്റെ പ്രചോദനമെന്നോ നമുക്കതിനെ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് മാനുഷികതയുടെ അനുഭവമാണ്. ആ അനുഭവത്തെ നമുക്ക് ധാർമ്മിക നിയമം എന്ന് വിളിച്ചു തുടങ്ങുന്നതായിരിക്കും കുറെ കൂടി എളുപ്പത്തിൽ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള വഴിയെന്ന്. ഏതാണെങ്കിലും ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അക്വിനാസ് പുണ്യവാളൻ ധാർമ്മിക നിയമങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പാഠശാല ദൈവശാസ്ത്രം, സ്കോളാസ്റ്റിക് തിയോളജിയിൽ ധാർമ്മിക നിയമങ്ങൾ 2ആയിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സത്താപരമായ നിയമവും
മറ്റൊന്ന് പങ്കുചേരുന്ന നിയമവും. സത്താപരമായ ധാർമ്മിക നിയമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ദൈവത്തിലുള്ള നിയമങ്ങളാണ്. ദൈവം ഏതെങ്കിലും നിയമത്തിന് വിധേയനാണെന്നോ അധീനനായാണ് പ്രവർത്തിക്കുന്നത് എന്നോ ഉള്ള അർത്ഥത്തിലല്ല, മറിച്ച് ദൈവം തൻ്റെ സൃഷ്ടപ്രപഞ്ചത്തെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് ദൈവീകമായ ചില നിയമങ്ങൾ ദൈവത്തിനുണ്ട്. ആ നിയമങ്ങളെ സത്താപരമായ നിയമം എന്ന് പറയും. അത് കേവലം എഴുതപ്പെട്ടൊരു നിയമം എന്നുള്ളതിനേക്കാൾ ഉപരി സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അക്വിനാസ് പുണ്യവാളൻ്റെ ഒന്നാമത്തെ വിഭജനം സത്താപരമായ നിയമം, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ദൈവീക ജ്ഞാനം തന്നെയാണ്. ദൈവത്തിലാണ് ഈ നിയമമുള്ളത്, ഈ ജ്ഞാനമുള്ളത്. സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെന്നോ ദൈവത്തിൻ്റെ പരിപാലനയെന്നോ ദൈവത്തിൻ്റെ മുന്നറിവെന്നോ ഒക്കെ നമുക്ക് ഈ സത്താപരമായ നിയമത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്നാൽ കൂടുതൽ പ്രസക്തമായത് പങ്കുചേരലിൻ്റെ നിയമമാണ്. അതായത് ഈ ദൈവീക നിയമത്തിൽ സൃഷ്ടികൾ പങ്കുചേരും, ദൈവീക ജ്ഞാനത്തിൽ. അങ്ങനെ പങ്കുചേരുമ്പോഴുള്ള സൃഷ്ടിയിൽ പ്രതിഫലിക്കുന്ന നിയമമാണ് വാസ്തവത്തിൽ പങ്കുചേരലിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഈ പങ്കുചേരലിൻ്റെ നിയമം തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ദൈവീക നിയമം, ദൈവം തന്നെ ഈ മനുഷ്യന് നിയമം ലിഖിത രൂപത്തിൽ എഴുതി കൊടുത്തു. അതാണ് നമ്മൾ വായിക്കുന്ന 10 കൽപ്പനകൾ എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ. അതുപോലെ തന്നെ അത് മാനുഷികമായ നിയമങ്ങളുണ്ട് എന്നുള്ളതും സത്യമാണ്. അതായത് ഒന്ന് സത്താപരമായ നിയമമാണ് എങ്കിൽ മറ്റൊന്ന് പങ്കുചേരലിൻ്റെ നിയമം. ഈ പങ്കുചേരലിൻ്റെ നിയമത്തിന് അക്വിനാസ് പുണ്യവാളൻ വീണ്ടും 2 വിഭജനങ്ങളാണ് നടത്തുക. ഒന്ന് പ്രകൃതി നിയമങ്ങൾ, മറ്റൊന്ന് അനുലോമ നിയമങ്ങൾ അഥവാ പോസിറ്റീവ് ലോസ് അഥവാ ഭാവാത്മക നിയമങ്ങൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന നിയമങ്ങൾ. ഈ ഭാവാത്മക നിയമങ്ങളെ വീണ്ടും രണ്ടായി തിരിക്കുന്നതാണ് ദൈവീക നിയമം, മാനുഷിക നിയമം. അക്വിനാസ് പുണ്യവാളൻ പാഠശാല ദൈവശാസ്ത്രത്തിൻ്റെ വക്താവായതിനാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നൈയാമിക വിഭജനങ്ങളെല്ലാം വളരെ സങ്കീർണമാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് ഈ സങ്കീർണതകളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ നിയമങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് 2 വിധത്തിലുള്ള നിയമങ്ങൾ. സത്താപരമായ നിയമം ദൈവത്തിലുള്ള നിയമമാണ്. അത് സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ നിയമം അനുസരിച്ചാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുമ്പോട്ട് നീങ്ങുന്നത്. ഈ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ്റെ വലം വയ്ക്കലോ അല്ലെങ്കിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നതോ ഈ കോടാനുകോടി പ്രപഞ്ചഗോളങ്ങളുടെ പ്രയാണങ്ങളോ ഒന്നും ചുമ്മാ അങ്ങ് സംഭവിക്കുന്നതല്ല. അത് ഒരു നിശ്ചിത കാലത്തേക്ക് എങ്ങനെയോ കടന്ന് കറങ്ങുന്നതുമല്ല, മറിച്ച് അവയ്ക്കെല്ലാം ദൈവ നിശ്ചിതമായ ഒരു കൽപ്പനയുണ്ട് എന്നും ദൈവം തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഉള്ള സത്യമാണ് നമ്മൾ ദൈവീകമായ നിയമം അഥവാ സത്താപരമായ ശാശ്വതമായ നിയമം എന്നൊക്കെ പറയും. ആ നിയമത്തെ നമുക്ക് ദൈവീക ജ്ഞാനം എന്ന് ഒറ്റ വാക്കിൽ വിളിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മറ്റെല്ലാ നിയമങ്ങളും അന്തർലീനമാണ് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ദൈവീക നിയമം ഒരു വശത്ത്, മറ്റൊന്നാണ് ഈ പ്രകൃതി നിയമം. പ്രകൃതി നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് രാജ്യത്തിൻ്റെ നിയമത്തിനോ മതത്തിൻ്റെ നിയമത്തിനോ ഒക്കെ അതീതമായ നിയമങ്ങളാണ്. വിവിധ മതങ്ങൾക്ക് വിവിധ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ നിയമസംഹിതയല്ല ഇസ്ലാം മതത്തിലുള്ളത്, ഇസ്ലാം മതത്തിൻ്റെ നിയമവ്യവസ്ഥിതികളല്ല ഹൈന്ദവ മതത്തിലുള്ളത് എന്ന് നമുക്കറിയാം. ഓരോ നിയമങ്ങളിലെ വ്യവസ്ഥിതികൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ നിയമമായിരിക്കണമെന്നില്ല പാകിസ്ഥാനിലുള്ളൂ, പാകിസ്ഥാനിലെ നിയമമല്ല ഒരുപക്ഷെ അമേരിക്കയിലുള്ളൂ, അമേരിക്കയിലെ നിയമമല്ല യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളൂ. നിയമങ്ങൾക്കെല്ലാം വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ
ഈ നിയമങ്ങളെല്ലാം ഒരു മുൻധാരണയിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക, ഈ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനമായൊരു നിയമ വ്യവസ്ഥിതിയുണ്ട്. അത് ജാതിക്കും മതത്തിനും രാജ്യത്തിനും ആണിനും പെണ്ണിനും ലിംഗ ഭാഷാ ഭേദങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥിതി. അതിനെ വിശുദ്ധ അക്വീനാസ് പുണ്യവാളൻ പ്രകൃതി നിയമം എന്ന് വിളിച്ചു. പ്രകൃതിയിൽ അങ്ങനെ ഒരു നിയമമൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ അതിനെ നമുക്ക് പ്രകൃതി നിയമം എന്ന് വിളിക്കാം എന്നാണ് അക്വീനാസ് പുണ്യവാളൻ പറയുക. എല്ലാ മതത്തിലും എല്ലാ രാജ്യത്തിനും അവയുടെ ഭിന്നതകൾക്ക് അതീതമായി മനസ്സിലാക്കപ്പെടേണ്ട ചില സത്യങ്ങളുണ്ട്. മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ ഉപദ്രവിക്കരുത്, അവനെ കൊല്ലരുത്, മറ്റൊരാളുടെ ഭാര്യയെ തെറ്റായ ലക്ഷ്യത്തോടെ സമീപിക്കരുത് തുടങ്ങിയ വസ്തുതകൾ അതൊന്നും ഒരു മതത്തിൻ്റെ നിയമമല്ല. അത് നമുക്കറിയാം, ഏത് രാജ്യത്ത് ചെന്നാലും ആ നിയമങ്ങളെല്ലാം നിലവിലുണ്ട്, ഏത് മതത്തിലും ആ നിയമങ്ങളുണ്ട്. അപ്പം എന്താണ്, ആ നിയമങ്ങൾ കേവലം ഒരു മതത്തിൻ്റേതല്ല. ഒരു മതത്തിനും പറയാൻ പറ്റിയല്ല ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ മനുഷ്യൻ്റെ മഹത്വം വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മൂലമാണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനം ലഭിച്ചത് എന്ന് മതങ്ങൾ പലപ്പോഴും പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അക്വീനാസ് പുണ്യവാളൻ്റെ കാഴ്ചപ്പാട് വളരെ ശക്തമായൊരു കാഴ്ചപ്പാടാണ്. അവയെല്ലാം ദൈവം സൃഷ്ടപ്രപഞ്ചത്തിൽ നൽകിയ പ്രകൃതി നിയമങ്ങൾ, അത് വെളിപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ എന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ദൈവീക നിയമങ്ങൾക്കും ഉപരിയായ സത്യങ്ങളാണ്. ദൈവം എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി നൽകിയ നിയമം. എന്താണ് ഈ പ്രകൃതി നിയമം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞന്മാർക്ക് തികച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത് എന്നത് സത്യം. പ്രഖ്യാത ദൈവശാസ്ത്രജ്ഞനായ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞനായ ബെർണാഡ് ഹെയറിങ് ഇതിനെക്കുറിച്ച് നൽകുന്നൊരു നിർവചനം വളരെ ശ്രദ്ധേയമാണ്. ഓരോ മനുഷ്യനും തൻ്റെ വിളിയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും തിരിച്ചറിയാനും അതുപോലെ ഇതര മനുഷ്യരുമായുള്ള ബന്ധത്തിൽ വളരാനും അവനെ ആന്തരികമായി പ്രചോദിപ്പിക്കുന്ന മനുഷ്യപ്രകൃതി തന്നെയാണ് ഈ പ്രകൃതി നിയമം എന്ന ഒരു നിർവചനമാണ് വാസ്തവത്തിൽ ബെർണാഡ് ഹെയറിങ് നൽകുക. അതായത് പ്രകൃതി നിയമം എന്ന് പറയുമ്പോൾ അതായത് മരത്തേൽ എഴുതി വെച്ചതോ ആകാശത്തിൽ എഴുതി വെച്ചതോ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കുക. ഓരോ മനുഷ്യ വ്യക്തിക്കും തന്നെയും തൻ്റെ ലക്ഷ്യത്തെയും തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ ഇതര മനുഷ്യരോട് ആദരവോടെ സമഭാവനയോടെ സ്നേഹത്തിൽ പെരുമാറാനും അവനെ പ്രാപ്തനാക്കുന്ന മനുഷ്യപ്രകൃതി തന്നെയാണ് വാസ്തവത്തിൽ പ്രകൃതി നിയമം. അതായത് ഇപ്പോൾ ഒരു നിശ്ചിത മതത്തിൽ അംഗമായാലേ മനുഷ്യനോട് സ്നേഹത്തിൽ പെരുമാറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമുക്കറിയാം, മതം ഇല്ലാത്തവരും നിരീശ്വരവാദികളും ഒക്കെ മനുഷ്യരോട് സ്നേഹത്തിൽ പെരുമാറാറുണ്ട്. അവരുടെയും ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട്. മതവിശ്വാസികൾക്ക് മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സെയിൻറ്റ് തോമസ് പഠിപ്പിക്കുക, ഈ പ്രകൃതി നിയമം എന്ന സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഈ പ്രകൃതി നിയമത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഈ ദൈവീക നിയമത്തിൽ, അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ പങ്കുചേരലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതി നിയമം പ്രസക്തമായ വസ്തുതയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രകൃതി നിയമത്തെ അത് ഓരോ മനുഷ്യ വ്യക്തിയുടെയും ആന്തരികതയിലുള്ള അവൻ്റെ തന്നെ വ്യക്തിത്വമാണ് ആത്യന്തികമായി പ്രകൃതി നിയമമായി മനുഷ്യൻ മനസ്സിലാക്കുന്നത് എന്ന് മറ്റൊരു ധാർമ്മിക പണ്ഡിതനായ ലോണർഗാൻ്റെ അഭിപ്രായമുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രകൃതി നിയമത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും
ഈ പ്രകൃതി നിയമങ്ങളെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കേവലം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വൈജാത്യങ്ങൾക്കോ അതീതമായി എല്ലാ മനുഷ്യരുടെയും ആന്തരികതയിലുള്ള ഒരു നന്മയോടുള്ള ആഭിമുഖ്യം, ശരിയായത് ചെയ്യാനുള്ള ഒരു പ്രേരണ, പ്രചോദനം, അത് ദൈവത്തിൽ നിന്ന് വന്നു എന്നുള്ളതിനാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിന് കൈവന്ന ഒരു നന്മയാണ്. എല്ലാ സൃഷ്ടപ്രപഞ്ചവും ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടവസ്തുവിലും ആത്യന്തികമായി ഈ നിയമങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വസ്തുതാപരമായി അറിയാവുന്നത്. മൃഗങ്ങൾക്കും ചില പ്രകൃതി നിയമങ്ങളും, അതായത് അവയുടെ ആഹാരത്തിനാവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുന്നു, ബാക്കിയുള്ളവയെ അവ യാതൊരു വിധത്തിലും ഉപദ്രവിക്കുന്നില്ല. കടുവ അതിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രം അത് ആഹരിക്കുന്നു, അത് കഴിഞ്ഞ് അത് സമാധാനമായിട്ട് കിടന്നുറങ്ങും. കുറേ ജീവികളെ കണ്ടല്ലോ, ഇന്ന് എല്ലാത്തിനെയും കൂടെ ഇന്ന് കൊന്നിട്ടേക്കാം എന്നൊരു കടുവായും ചിന്തിക്കുന്നില്ല. കാരണം അവയ്ക്ക് അവയുടേതായ വകതിരിവുകളോ സ്വതന്ത്രമായ ചിന്താ ശൈലികളോ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. പക്ഷേ അവ പോലും പ്രവർത്തിക്കുന്നത് സൃഷ്ടാവിൻ്റെ ഈ ജ്ഞാനത്തിലുള്ള പങ്കാളിത്തത്തിലൂടെയാണ് എന്നുള്ളത് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. വാസ്തവത്തിൽ ഓരോ മനുഷ്യൻ്റെയും ആന്തരികതയിൽ അല്ലെങ്കിൽ ഓരോ സൃഷ്ടവസ്തുവിലും ദൈവം ആന്തരികമായി എഴുതി ചേർത്തിരിക്കുന്ന ഈ ഒരു പ്രകൃതി നിയമം തന്നെ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ, അഥവാ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രകൃതി നിയമത്തോടൊപ്പമുള്ള നിയമമാണ് നമുക്കറിയാം പോസിറ്റീവ് നിയമങ്ങൾ അഥവാ ഭാവാത്മക നിയമങ്ങൾ എന്ന് പറയുന്ന നിയമങ്ങൾ. ഈ നിയമങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഈ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല. ഭാവാത്മക നിയമങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും വ്യത്യസ്തമാണ്. അതായത് ഒരു മതത്തിന് പ്രിയപ്പെട്ട, അല്ലെ ഒരു രാജ്യത്തിന് പ്രിയപ്പെട്ട, അല്ലെ ഒരു സമൂഹത്തിന് പ്രിയപ്പെട്ട ഒരു കാര്യത്തെ മറ്റെല്ലാവർക്കും ബാധകമായ പ്രകൃതി നിയമം പോലെ സ്വീകരിച്ചു കൊള്ളണം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ നിലപാടാണ്. ആ നിലപാട് ധാർമ്മിക ദൈവശാസ്ത്രമാണ് നമ്മളെ പഠിപ്പിക്കുക. ഒരു കാര്യം നിയമമാകണം എന്നുണ്ട് എങ്കിൽ അതിന് ചില അടിസ്ഥാന വ്യവസ്ഥകൾ ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് ഈ നിയമം യുക്തിപരമായിരിക്കും. അതായത് ഈ നിയമത്തിന് ഒരു റാഷണാലിറ്റി, ഒരു യുക്തിപരത ഉണ്ടാവണം. ഇത് കേൾക്കുന്നവന് തോന്നണം. യുക്തിപരത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഈ നിയമത്തിലൂടെ നിയമം ധാർമ്മികമായിരിക്കും. അധാർമികമായ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ രാജ്യത്തിനോ ആർക്കും അവകാശമില്ല. ഉദാഹരണം പറഞ്ഞാൽ 20 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ആഴ്ചയിൽ 1 ലിറ്റർ മദ്യം കഴിച്ചിരിക്കണം എന്നൊരു സർക്കാർ നിയമം ഉണ്ടാക്കിയാൽ അത് നമുക്ക് സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ നിയമം ധാർമ്മികമായി ശരിയല്ലാത്ത നിയമം. അതുപോലെ തന്നെ എന്തായിരിക്കണം? ആ നിയമം നിഷ്പക്ഷമായിരിക്കും. നിഷ്പക്ഷമായ എല്ലാവർക്കും വേണ്ടി നന്മ, സമൂഹ നന്മ കരുതി ഉണ്ടാക്കിയ നിയമമായിരിക്കും. മറ്റൊരു കാര്യം, ഈ നിയമങ്ങൾ സാധ്യമായ കാര്യമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മിലിറ്ററി ചേരുന്നവർ 100 മീറ്റർ അവരെ കൊണ്ട് ഓടിക്കുന്നു. 100 മീറ്റർ 5 സെക്കൻഡിനുള്ളിൽ ഓടിത്തീർക്കുന്നവർക്ക് ഇന്ത്യൻ ആർമിയിൽ പ്രവേശനമുള്ളൂ എന്നൊരു നിയമം ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. നമുക്കറിയാം ലോക റെക്കോർഡ് തന്നെ 10 സെക്കൻഡ്. ആ 10 സെക്കൻഡിൻ്റെ പകുതി സമയം കൊണ്ട് ഇത് ഓടിത്തീർക്കണം എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം അസാധ്യമായ നിയമമാണ്. ആ നിയമം ആർക്കും സ്വീകാര്യമായ നിയമമല്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ്. ഏത് നിയമവും മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ അവർ ചിന്തിക്കണം, ഈ നിയമം അനുസരിക്കാൻ ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൂ.
അതുപോലെ തന്നെ നിയമം എന്തായിരിക്കണം? ഉപയോഗപ്രദമായ നിയമമായിരിക്കും. നിയമങ്ങൾ വെറുതെ എന്തിനേലും ഉണ്ടാക്കുന്നല്ല, അത് കാലഹരണപ്പെട്ട നിയമങ്ങൾ എടുത്തു കളയണം. ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ശിപ്പായിമാർ, അവിടെ ക്ലർക്കുമാർ, അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ, അതിൻ്റെ സൂപ്പർവൈസർ, സെഷൻ സൂപ്പർവൈസർ, അതിൻ്റെ മുകളിലുള്ള ഓഫീസർ, എല്ലാത്തിൻ്റെ മുകളിലൊരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ ഒരു ക്രമമാണ് ഈ നാട്ടിലുണ്ടാക്കിയത്. നമുക്കറിയാം, അതൊരു അടിമ വ്യവസ്ഥിതിയിൽ നിലവിൽ വന്ന നിയമമാണ്. അതിൻ്റെ ഒരു ആവശ്യവും ഈ നാട്ടിലില്ല. 150 ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലൂടെ കയറി മറിഞ്ഞിറങ്ങിപ്പോകുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ്റെ ആയുസ് തീർന്നിട്ടുണ്ടായി, ഓഫീസ് നിരങ്ങി എന്ന് നമുക്കറിയാം. അതെന്താണ്? എന്തിനാണ് ഇത്രയും സ്ക്രൂട്ടിനൈസേഷൻ അല്ലെങ്കിൽ ഇത്രയും ഈ പരിശോധനാ സംവിധാനങ്ങൾ നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ അത് പലതും കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. അത് ഉപയോഗമില്ല എന്ന് മാത്രമല്ല, അവ ശല്യം ഉണ്ടാക്കുന്ന നിയമങ്ങളുമാണ്. ആ നിയമങ്ങളും വാസ്തവത്തിൽ നിലനിൽക്കാൻ അവകാശമില്ലാത്ത നിയമങ്ങളാണ്. അതാണ് ഈ യുക്തിപരത എന്ന് പറയുന്നത്. എല്ലാ നിയമത്തിനും ഈ യുക്തിപരത ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ടൊരു നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പൊതു നന്മയെ കരുതിയുള്ളതായിരിക്കും. ഏതാനും ആൾക്കാർക്ക് വേണ്ടിയാകരുത്. ഇപ്പം നിയമം ഉണ്ടാക്കുമ്പോൾ, ഭരണകക്ഷി നിയമം ഉണ്ടാക്കുമ്പോൾ ഭരണകക്ഷിയിലെ ഏതാനും പേർക്ക് ഗുണം കിട്ടാവുന്ന, അല്ലെ ഭരണകക്ഷിയിലെ ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രം പ്രയോജനം കിട്ടുന്ന ഒരു നിയമം ആരും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാകും. നിയമം എപ്പോഴും പൊതു നന്മയെ കരുതിയ നിയമങ്ങളായിരിക്കും. അതുപോലെ തന്നെ നിയമത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നിയമം എല്ലാവരെയും മുൻകൂട്ടി അറിയിച്ചിട്ട് നിയമം ഉണ്ടാക്കാൻ പാടും. എല്ലാവരെയും അറിയിക്കണം. അല്ലാതെ നാളെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അതിന് ഒരു കൊല്ലം മുമ്പത്തെ മുൻകാല പ്രാബല്യമിട്ട് ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്. അത്തരം നിയമങ്ങൾ ധാർമ്മികമായി നിലനിൽക്കുന്നതല്ല. വീണ്ടും നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിയമമാകണമെങ്കിൽ അത് അധികാരമുള്ളവരാണ് ആ നിയമം ഉണ്ടാക്കുന്നത്. ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥിതി വെച്ച് നോക്കിയാൽ ലോകസഭ, രാജ്യസഭ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിയമസഭ, അവയാണ് നിയമങ്ങളെ നിർമ്മിക്കുക. ആ നിയമങ്ങൾ ശരിയാം വിധത്തിൽ പരിരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് നീതിന്യായ വ്യവസ്ഥിതി നാട്ടിലുള്ളത്. പലപ്പോഴും ഇന്ന് നിയമസഭകളെയും ലോകസഭകളെയും ഒക്കെ മാർഗനിർദ്ദേശം കൊടുക്കാൻ മാത്രം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജുഡീഷ്യറി നിയമങ്ങൾ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതി, അതിനെയാണ് പലപ്പോഴും ജനാധിപത്യത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറയുക. അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചുള്ള വിശകലനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു കാര്യം നിയമമാകണമെങ്കിൽ അത് യുക്തിപരമായിരിക്കണം എന്ന് നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ അത് പൊതു നന്മയെ കരുതിയുള്ള നിയമമായിരിക്കണം. അത് ആ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള വ്യക്തികൾ നിർമ്മിച്ച നിയമമായിരിക്കണം. അതുപോലെ തന്നെ ആ നിയമത്തെക്കുറിച്ച്, അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് അതനുസരിക്കാൻ ബാധ്യസ്ഥരായവർക്ക് വ്യക്തമായ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ആരുടെയെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിയമം ഇട്ടിരുന്നു, ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങൾ മനുഷ്യൻ്റെ മേലെ അടിച്ചേൽപ്പിക്കരുത്. മറിച്ച് ഒരു നിയമം ആരെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ അവരുടെ എല്ലാം അടുക്കൽ ആ നിയമം ശരിയാം വിധത്തിൽ അറിയിക്കപ്പെട്ടു എന്നുറപ്പ് വരുത്താനുള്ള വ്യവസ്ഥിതിയും വാസ്തവത്തിൽ ഈ നിയമം നിർമ്മിക്കുന്നവരുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്നുള്ള സത്യം മനസ്സിലാണ്. ഈ ധാർമ്മിക നിയമങ്ങളെ വിലയിരുത്തുമ്പോൾ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചുള്ള ഈ വിലയിരുത്തൽ, ഇത് രാജ്യ നിയമങ്ങളെയാണ് പലപ്പോഴും ഞാൻ ഉദാഹരിച്ചത് എങ്കിലും ധാർമ്മിക നിയമത്തിനും ഇവയെല്ലാം തന്നെ ബാധകമാണ്. ധാർമ്മിക നിയമം എന്ന് പറയുന്നത് കേവലം പക്ഷപാതപരമോ സാമുദായികമായ ഒരു നിയമം എന്നുള്ളതിനേക്കാൾ ഉപരി നിയമത്തെ ബാധിക്കുന്ന എല്ലാ തത്വങ്ങളും വാസ്തവത്തിൽ ധാർമ്മിക നിയമത്തിനും ബാധകമാണ്.
ധാർമ്മിക നിയമം വാസ്തവത്തിൽ എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുക? നിയമദാതാവിൻ്റെ മനസ്സിനെയാണ് ധാർമ്മിക നിയമം പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണം, പാഠശാല ദൈവശാസ്ത്രത്തിലെ വലിയ അഭിപ്രായാന്തരം വിശുദ്ധ അക്വിനാസും അതുപോലെ ഡൺസ് സ്കോട്ടസ്, ആ സ്കൂളുകൾ തമ്മിലുള്ള അഭിപ്രായാന്തരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡൺസ് സ്കോട്ടസ് പറയുന്ന ഒരു വാദം ഇപ്രകാരമാണ്. സുവാരസിൻ്റെയും ഡൺസ് സ്കോട്ടസിൻ്റെയും ഒക്കെ വാദം, അവർ പറയുന്നു അത് നിയമദാതാവിൻ്റെ ഇഷ്ടമാണ് നിയമം. അതായത് വിഖ്യാതമായ ഒരു റോമൻ ചൊല്ല് തന്നെ വാസ്തവത്തിൽ സുവാരസ് ഉദ്ധരിക്കുന്നുണ്ട്. രാജാവിൻ്റെ ഇഷ്ടം ഏതോ അതാണ് നിയമപുസ്തകത്തിൽ വരേണ്ടത് എന്ന്. ഭരിക്കുന്ന രാജാവിന് എന്നതാണോ ഇഷ്ടം അത് രാജാവിൻ്റെ തോന്നിയാസങ്ങളെല്ലാം നിയമമാകണം എന്നുള്ള അർത്ഥത്തിൽ അതിനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഈ നിയമം നിർമ്മിക്കുന്ന വ്യക്തികളുടെ നയങ്ങൾ അവ ആണ് വാസ്തവത്തിൽ നിയമമായിട്ട് രൂപപ്പെടുന്നത്. ഇപ്പോൾ ഒരു വലതുപക്ഷ ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമങ്ങൾ ആയിരിക്കണമെന്നില്ല ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമങ്ങളെന്ന് നമുക്കറിയാം. അതായത് നിയമദാതാവിൻ്റെ മനസ്സാണ് വാസ്തവത്തിൽ നിയമമായി രൂപം കൊള്ളുന്നത് എന്നൊരു വാദം അവിടെ നിലനിൽക്കുന്നു. എന്നാൽ സെയിൻറ്റ് തോമസ് അക്വിനാസിനെ പോലെയുള്ള പണ്ഡിതർ പറയുന്നത് അല്ല, പൊതു നന്മയും മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യവുമാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും. എന്താണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള വിവാദങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ വിശദമായി വിശകലനം ചെയ്യുന്നതാണ്. നിയമത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നിയമങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്ന മനസാക്ഷി എന്നുള്ള സത്യത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നതാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.